അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ബാഡ് ബോക്സ്. ഡയറക്ടർ സൂസൻ ബെയർ സംവിധാനം ചെയ്ത് 2018 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ബാഡ് ബോക്സ്. സിനിമയുടെ തുടക്കം മാലോറി എന്ന നമ്മുടെ നായികയെ കാണിക്കുന്നു. അവൾ കണ്ണ് കെട്ടിയിരിക്കുന്നു. ഒപ്പം അവളുടെ 2 മക്കളുടെയും കണ്ണ് കെട്ടിയിട്ട് അവർക്ക് ഒരുപാട് ഉപദേശം കൊടുക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി ഒരുപാട് അപകടം നിറഞ്ഞതാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കൺകെട്ടി തുറക്കരുതെന്നും അതുപോലത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ ഒരു വള്ളമെടുത്ത് നദിയിലൂടെ എങ്ങോട്ടോ പോവുകയാണ്. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ. മലോറി ഒരു അടിപൊളി പെയിന്റിങ് ചെയ്യുന്ന കലാകാരിയാണ്. പക്ഷെ ഇവളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത്ര നല്ലതിലുമല്ല. ഇവൾ ഡിവോഴ്സിയാണ്. ഒപ്പം 8 മാസം ഗർഭിണിയുമായിരുന്നു. അങ്ങനെ മലോറി പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ സിസ്റ്റർ ജെസീക്ക അവിടേക്ക് വരികയാണ്. എന്നിട്ട് സിറ്റിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആളുകളൊക്കെ പ്രാന്ത് പിടിച്ചതുപോലെ ഷോപ്പിംഗ് കടയിൽ കയറി വലിച്ചു വാരി സാധനങ്ങൾ എടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. ഇത് കേട്ട് മലോറി ന്യൂസ് ചാനൽ വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് വാർത്തയിൽ റിപ്പോർട്ടർ വൻ ഭീതിയിൽ പറയുകയാണ്. ഏതോ ഒരു വൈറസാണെന്നും അത് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചുമെന്നായിരുന്നു ആ ന്യൂസ്. എന്നാൽ ഈ വാർത്തയിൽ പറയുന്നത് റഷ്യയിലെ ഏതോ ഒരു ഭാഗത്തുണ്ടായ സംഭവത്തെയാണ്. അതിനാൽ ഈ സംഭവം വലിയ കാര്യമാക്കാതെ മെലോറി സംസാര വിഷയം അവിടെ മാറ്റുന്നു. പക്ഷേ വൈകാതെ തന്നെ ഈ വൈറസ് യുഎസിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയുകയാണ്. ശേഷം അതൊക്കെ കഴിഞ്ഞ് മെലോറിയെ സഹോദരി സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കകം പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ അവരോട് പറയുന്നു. അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പേഷ്യന്റ് തല കൊണ്ട് കണ്ണാടിയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇടിച്ചലറുകയാണ്. ഇത് കണ്ടതും പേടിയോടെ ആ വൈറസ് ഇവിടെയും എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അവൾ ഓടി കാറിൽ കയറി സഹോദരിയോട് ഇവിടെ നിന്നും പെട്ടെന്ന് പോകാൻ പറയുന്നു. പോകുന്ന വഴിക്ക് അവിടത്തെ സ്ഥിതിയാകെ മോശമാകുന്നു. ആ വൈറസ് അവിടെ മുഴുവനുമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുകയും ഒപ്പം ആക്സിഡന്റും ഉണ്ടാവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇരുവർക്കും കാര്യം പിടികിട്ടുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ജെസീക്ക മുകളിൽ എന്തോ കാണുകയും അത് കണ്ടതോടെ പേടിച്ചു വിറച്ച് കണ്ണിൽ നിന്നും വെള്ളമൊക്കെ വന്ന് സ്വയം മരിക്കാൻ അതിനെ തന്നെ നോക്കി ഒരു ദിശയിലൂടെ മാത്രം വണ്ടി ഓടിച്ചു പോകുന്നു. തൻ്റെ സഹോദരിക്ക് ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയെന്ന് മനസ്സിലായി രക്ഷപ്പെടാൻ വേണ്ടി സ്റ്റിയറിംഗ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് കാർ ഇടിച്ച് മറിയുകയാണ്. അപകടത്തിൽ ജെസീക്ക മരിക്കുന്നു. മലോറി അത്ഭുതകരമായി രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ പകുതി ശതമാനം ആളുകൾക്കും വൈറസ് വ്യാപിച്ചിരിക്കുന്നു. അവർ എന്താണ് കാണുന്നതെന്നും മുകളിൽ എന്തിനെ കണ്ടാണ് അവർ പേടിച്ചു വിറയ്ക്കുന്നതെന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവിടുത്തെ ആൾക്കൂട്ടത്തിനിടയിൽ തട്ടി മെലോറി താഴെ വീഴുമ്പോൾ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു ലേഡി അവിടെ വന്ന് അവളെ എണീക്കാൻ സഹായിക്കുകയാണ്. ആ ഒരു നേരത്ത് ആ ലേഡി മുകളിൽ ആളുകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വൈറസ് സംഭവത്തെ കാണുകയാണ്. തുടർന്ന് അവരും അതിനെ നോക്കിപ്പോയി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് മെലോറി പേടിച്ചു നിൽക്കുന്ന സമയത്ത് ടോം എന്ന് പറയുന്ന ആള് അവളെയും എടുത്ത് മുന്നിൽ കണ്ട വീടിനുള്ളിലേക്ക് കയറുകയാണ്. അകത്ത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ചു പേർ നിൽക്കുന്നുമുണ്ട്. പുറത്ത് എന്താണ് കാര്യമായിട്ട് നടക്കുന്നതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ന്യൂസ് ചാനൽ വയ്ക്കുമ്പോൾ ആളുകൾ മരിക്കുന്നതും മരണത്തോടെ മല്ലടിച്ചു കിടക്കുന്നതുമായ രംഗങ്ങളാണ് കാണുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. ശേഷം ആരും പുറത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടി ഡോറൊക്കെ അടച്ചു പൂട്ടുകയും കൂടുതൽ സുരക്ഷിതവുമാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട 5 വർഷം ശേഷമുള്ള കാര്യമാണ്. അവർ വള്ളത്തിൽ കയറി തുഴഞ്ഞു തുടങ്ങിയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ ഒരു പുതപ്പെടുത്ത് തന്നെയും കുട്ടികളെയും മൂടി കൺകെട്ടഴിച്ച് വാക്കിത്താക്കിയിൽ ആരെങ്കിലും ഇവിടെ അടുത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്നാൽ ഒരു മറുപടിയും അതിൽ നിന്നും തിരിച്ചു കിട്ടിയില്ല. ശേഷം വീണ്ടും 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. എല്ലാവരും പുറത്തിറങ്ങാൻ പറ്റാതെ അകത്തിരിക്കുമ്പോൾ പുറത്തു നിന്നും ഡോർ ആരോ തട്ടുകയാണ്. നമ്മളെപ്പോലെ രക്ഷപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന് മനസ്സിലായി അവർ ഡോർ തുറക്കുമ്പോൾ കണ്ടത് ഒരു പാവം ഗർഭിണിയായ ലേഡിയായിരുന്നു. അവർ വല്ലാതെ പേടിച്ചിരിക്കുന്നു. എന്നാൽ അവരെ അകത്ത് കയറ്റാൻ കുറച്ചുപേർ വിസമ്മതിച്ചെങ്കിലും അവസാനം ഇവൾക്ക് വൈറസ് ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ഇവളെയും ഒപ്പം അവർ കൂട്ടുകയാണ്. അതിനുശേഷം കൂട്ടത്തിലൊരാൾ പുറത്ത് എന്തിനെയാണ് ആളുകൾ കണ്ട് മരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ വീട്ടിലുണ്ടായിരുന്ന CCTVയിലെ ലൈവ് ദൃശ്യങ്ങൾ നോക്കാൻ തീരുമാനമെടുക്കുന്നു. അതിനായി അയാൾ അകത്തേക്ക് കയറി ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് പുറത്തെ ദൃശ്യങ്ങൾ അയാൾ കമ്പ്യൂട്ടറിൽ കൂടെ കാണുകയാണ്. പെട്ടെന്ന് അയാൾ സ്റ്റക്കാവുകയും കണ്ണൊക്കെ ചുവന്നു തടിച്ച് ടേബിളിൽ തലയിടിച്ച് മരണം സംഭവിക്കുന്നു. സൗണ്ട് കേട്ട് ബാക്കിയുള്ളവരെല്ലാം വന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. കമ്പ്യൂട്ടറിനകത്ത് കൂടെ കണ്ടതുപോലും മനുഷ്യരെ കൊല്ലുമെന്നുള്ള കാര്യം അവരെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നു. തുടർന്ന് സ്ക്രീനിനെ അവർ ചവിട്ടി പൊട്ടിക്കുകയാണ്.
പിന്നീട് വീണ്ടും കാണിക്കുന്നത് 5 വർഷം ശേഷമുള്ള കാര്യമാണ്. അവർ വള്ളത്തിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ണു തുറന്നു നോക്കൂ, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ആരോ ഒരാൾ പറയുകയാണ്. എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി തോക്കെടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചൂണ്ടുമ്പോൾ അയാൾ അവളെ കടന്നു പിടിക്കുന്നു. പിന്നീട് അവിടെ ഒരു അടിപിടി ഉണ്ടാവുകയും അവസാനം മെലോറി അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ശേഷം പിന്നീട് കാണിക്കുന്നത് വീണ്ടും 5 വർഷം മുമ്പുള്ള ആ വീട്ടിലെ കാര്യങ്ങളാണ്. കുറച്ചു ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഹാര സാധനങ്ങളെല്ലാം കഴിഞ്ഞു. പുറത്ത് ഏതെങ്കിലും ഷോപ്പിൽ പോയി ഭക്ഷണ സാധനം എടുക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി ജീവൻ പണയം വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ അവർ എല്ലാവരും തീരുമാനിക്കുന്നു. അതിനായി അവർ അണ്ടർഗ്രൗണ്ടിൽ നിന്നും വണ്ടി എടുക്കുകയും പുറത്തുള്ളത് കാണാതിരിക്കാൻ വേണ്ടി വണ്ടിയുടെ കണ്ണാടി മുഴുവൻ ബ്ലാക്ക് പെയിന്റ് അടിക്കുകയും ചെയ്യുന്നു. ഇനി അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി വെറും GPS മാത്രമാണ്. അത് നോക്കി അവർ പതുക്കെ ഒരു ഫുഡ് ഷോപ്പിനകത്തേക്ക് വണ്ടി ഇടിച്ച് കയറ്റുകയാണ്. എന്നിട്ട് കുറെ നാളുകൾക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ എടുക്കുന്നു. അവിടെ വെച്ച് മെലോറി അവിടെ കണ്ടിരുന്ന കൂട്ടിലുണ്ടായിരുന്ന കിളികളെയും ഒപ്പം എടുക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റൊരു റൂമിൽ നിന്നും ഒരാൾ സംസാരിക്കുകയാണ്. ഞാൻ ഈ റൂമിൽ ലോക്കായി പോയി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരമൊക്കെ തീന്നുപോയി, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുന്നു. ഇത് കേട്ട് പാവം തോന്നി അയാളെ രക്ഷിക്കാനുള്ള പുറപ്പാടിൽ അവർ നിൽക്കുമ്പോൾ കിളികളൊക്കെ ഒരുപാട് ഉച്ചത്തിൽ കരയുകയാണ്. അങ്ങനെ ഡോർ തുറക്കുന്ന സമയത്ത് അകത്ത് നിന്നും ഒരു വണ്ണമുള്ള ആള് ഡോറിനെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുകയാണ്. ഇയാൾക്ക് ഓൾറെഡി വൈറസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് കൂട്ടത്തിലൊരാൾ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അയാൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അയാളെയും ഇടിച്ചെടുത്ത് ആ റൂമിനകത്തേക്ക് പോയി സ്വന്തം ജീവൻ ബലിയാടാക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് രാത്രിയാകുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നിന്നും സൗണ്ട് കേൾക്കുകയാണ്. അവർക്ക് പിന്നീടാണ് കാര്യം മനസ്സിലായത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ ആ കാർ എടുത്ത് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ശേഷം വീണ്ടും കാണിക്കുന്നത് 5 വർഷം ശേഷമുള്ള കാര്യങ്ങളാണ്. അവൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പഴയ ട്രക്കിൽ തട്ടി അവർ വെള്ളത്തിൽ വീഴുന്നു. അവരുടെ ഫുഡെല്ലാം വെള്ളത്തിൽ വീണ് നശിച്ചു പോയി. കഷ്ടപ്പെട്ട് മെലോറി കുട്ടികളെ പിടിച്ചു കയറ്റി വീണ്ടും തുടഞ്ഞ് ഒരു കരയുടെ സൈഡിൽ വന്നു ചേരുന്നു. എന്നിട്ട് അമ്മ ഇപ്പോൾ വരാം, ഭക്ഷണം കിട്ടുമോ നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിന്ന് ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞിട്ട് മെലോറി കാടിനകത്ത് കണ്ട ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലത്ത് വന്ന് അവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഈ സമയത്ത് ആ കൊച്ചു പെൺകുട്ടി ഇവിടെയൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആവേശം കൊണ്ട് പുറത്തിറങ്ങി പോവുകയാണ്. പക്ഷേ മെലോറി ആദ്യമേ ബുദ്ധിപൂർവം അവരുടെ ദേഹത്ത് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനാൽ അപകടം മനസ്സിലായി ആ കയറിനെ പിടിച്ചു വലിച്ച് ആ കൊച്ചിനെ വലിച്ച് രക്ഷപ്പെടുത്തുകയാണ്. ഈ ഒരു സീൻ ഇവിടെ അവസാനിക്കുന്നു. ശേഷം വീണ്ടും കാണിക്കുന്നത് 5 വർഷം മുമ്പുള്ള രംഗങ്ങളാണ്. ആ വീട്ടിലേക്ക് ഒരു അപരിചിതനെ അകത്തേക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന ലേഡി കയറ്റുകയാണ്. ബാക്കിയുള്ളവരുടെ സമ്മതമില്ലാതെ കയറ്റിയതിന് ബാക്കി എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അവരോട് ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. പുറത്ത് ആളുകളെല്ലാം കൺകെട്ടില്ലാതെ ജീവിക്കുന്നുവെന്നും അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ ഈ വീടിന്റെ ഹൗസ് ഓണർ തോക്ക് ചൂണ്ടി അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂട്ടത്തിലൊരാൾ അയാളെ തലയടിച്ച് ബോധം കെടുത്തി ലോക്ക് ചെയ്തിടുന്നു. ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന ഗർഭിണിയായ ലേഡി മെലോറിയോട് നീയും ഞാനും ഉടൻ തന്നെ പ്രസവിക്കും, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എൻ്റെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനോടൊപ്പം വളർത്തണമെന്ന് പറഞ്ഞ് വാക്ക് ചോദിക്കുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പാവക്കുട്ടി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അടുത്ത സീനിൽ മെലോറിയോടൊപ്പമുള്ള 2 കുട്ടികളെ കാണിക്കുകയാണ്. അതിലെ പെൺകുട്ടിയുടെ കയ്യിൽ ആ പാവക്കുട്ടി ഇരിക്കുന്നു. ഇതിൽ വെച്ച് മനസ്സിലാക്കാം അവരുടെ കുട്ടിയാണ് ഈ കൊച്ചു പെൺകുട്ടി. അങ്ങനെ ഇവിടെ മെലോറിയും മറ്റേ യുവതിയും പ്രസവിക്കാൻ തുടങ്ങുകയാണ്. അതിനായി എല്ലാവരും സഹായം ചെയ്യുന്നു. അവസാനം 2 പേരും സുഖമായിട്ട് പ്രസവിക്കുകയാണ്. എന്നാൽ ഈ നേരത്ത് തലേന്ന് രാത്രി പുറത്തുനിന്നും അകത്തേക്ക് വന്ന ആ അപരിചിതൻ അവിടുത്തെ വിൻഡോസ് മുഴുവൻ തുറക്കുകയാണ്. സത്യത്തിൽ അയാൾ ആ വൈറസ് ബാധിച്ച ഒരു സൈക്കോ ആയിരുന്നു. ചിലവർക്ക് ഈ വൈറസ് ബാധിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കില്ല, പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ തീയായിരിക്കും. മെലോറി പെട്ടെന്ന് കണ്ണടയ്ക്കുകയാണ്. പക്ഷേ മറ്റേ യുവതി അബദ്ധത്തിൽ അത് കാണുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കൂടെയുണ്ടായിരുന്നവരെല്ലാം അയാളെ കണ്ണ് നിർബന്ധിപ്പിച്ച് തുറപ്പിച്ച് അതിനെ കാണിപ്പിച്ച് ക്രൂരമായി കൊല്ലുന്നു. സൗണ്ട് കേട്ട് ഹൗസ് ഓണർ എങ്ങനെയൊക്കെയോ അകത്തേക്ക് വന്ന് തോക്കെടുത്ത് അവനെ വെടിവെക്കുന്നു. പക്ഷേ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഹൗസ് ഓണറിനെ കുത്തി കൊല്ലുകയാണ്. ഈ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന ടോം എന്ന് പറയുന്ന ആള് കഷ്ടിച്ച് തോക്ക് പിടിച്ചെടുത്ത് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം പിന്നീട് കാണിക്കുന്നത് 5 വർഷത്തിനു ശേഷം. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് മെലോറിയും അവളുടെ മകനും ഒപ്പം മരിച്ചുപോയ യുവതിയുടെ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും മാത്രമാണ്. ഈ ഒരു വൈറസ് ബാധിച്ച സ്ഥലത്ത് ജീവിച്ചവർ അതിനോടൊപ്പം അരിഞ്ഞു ചേർന്നിരിക്കുന്നു. കണ്ണുകെട്ടി പലയിടങ്ങളിൽ പോകാൻ അവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ വൈറസ് ബാധിച്ച ആൾക്കാർ ബാക്കി ജനങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് പലപ്പോഴും അന്വേഷിച്ചിറങ്ങി വരുമായിരുന്നു.
ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ലെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അന്ന് രാത്രി അവർക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ് രക്ഷപ്പെട്ട ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും. അവിടെ ആവശ്യമായ ആഹാരങ്ങളും സപ്ലൈസുകളെല്ലാം ഉണ്ടെന്നുമായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ അവർ പറഞ്ഞ ലൊക്കേഷൻ മാപ്പിൽ നോക്കുമ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. റിവർ വഴി ഒരുപാട് നീന്തിയും അവിടെയുള്ള അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ താണ്ടിയും വേണം അവിടേക്ക് എത്താൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് വൈറസ് ബാധിച്ച ടീംസ് അവിടേക്ക് വരികയാണ്. ടോം അവരെ സേഫാക്കി പറഞ്ഞു വിട്ടിട്ട് അവരുടെ മുമ്പിൽ സ്വന്തം ജീവൻ നൽകി അവരെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അങ്ങനെ വന്നവരെയെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. തുടർന്ന് ടോമും അവിടെ മരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മെലോറിയും കുട്ടികളും റിവറിൽ കൂടെ പോകുന്ന രംഗങ്ങളാണ്. അവസാനം അവർ അതൊക്കെ താണ്ടി ഒരു കാട്ടിനകത്ത് വന്നു ചേരുന്നു. അവിടെ വെച്ച് ഒരുപാട് ശബ്ദങ്ങൾ അവർ കേൾക്കുകയാണ്. കെട്ടഴിക്കൂ കെട്ടഴിക്കൂ എന്ന പോലത്തെ ഒരുപാട് ഭീകര ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് അവസാനം അവൾ കുട്ടികളെയും കൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഡോറിനടുത്തെത്തി നിലവിളിക്കുകയാണ്. തുടർന്ന് അകത്തുള്ളവർ ഡോർ തുറന്ന് അവരെ അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് അവരുടെ കെട്ടഴിച്ച് ഇൻഫെക്റ്റായോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഭാഗ്യത്തിന് അവർക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഞെട്ടിക്കുന്ന കാര്യം, സത്യത്തിൽ ഇതൊരു ബ്ലൈൻഡ് സ്കൂളായിരുന്നു. അവിടെ ഒരുപാട് കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇൻഫെക്റ്റ് ആവാത്തവരെ രക്ഷിക്കാൻ വേണ്ടി അവരെടുത്ത നല്ലൊരു തീരുമാനം കൂടിയായിരുന്നു ഇത്. ഈ വൈറസ് ആദ്യം പിടികൂടുന്നത് കണ്ണിനെയാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു ആപത്തും സംഭവിക്കില്ല. പോരാത്തതിന് അവിടെ രക്ഷപ്പെട്ട ഒരുപാട് ജനങ്ങളും വേറെയുണ്ട്. അതിനിടയിൽ വന്ന് നമ്മുടെ മെലോറിയും കുട്ടികളും സന്തോഷത്തോടെ കഴിയുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.